വെൽക്കം മൈ ഡിയേഴ്സ്. കേന്ദ്രീയ വിദ്യാലയ പ്രാക്ടീസ് പേപ്പർ 2 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് പേപ്പർ നമ്മൾ ചെയ്തു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ നല്ല പ്രാക്ടീസ് പേപ്പറാണ്. കാരണം ഈ ചാപ്റ്ററിലെ ഒരുവിധ എല്ലാ കോൺസെപ്റ്റും അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് പേപ്പറിലുണ്ടായിരുന്നു. ഇനി അതുപോലെ നമുക്ക് അടുത്ത പേപ്പർ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ പോയിന്റ് ലൈസ് 4 units to the right of origin and 3 units below x-axis. Its coordinates are. അപ്പോൾ എന്തായിരിക്കും കോർഡിനേറ്റ്സ്? എപ്പോഴും നമ്മൾ കോർഡിനേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും? എക്സ് ആദ്യം എഴുതും, പിന്നെ വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് എന്ത്? എക്സ് കോർഡിനേറ്റ്. ഇനി ഒറിജിനിൽ നിന്ന് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 4 units ടു ദ റൈറ്റ് ഓഫ് ദ ഒറിജിൻ, അതായത് ഒറിജിനിൽ നിന്ന് 4 units റൈറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4. ഇനി ഒറിജിനിൽ നിന്ന് എന്താ 3 units ബിലോ, ഒറിജിനിൽ നിന്ന് അതായത് എക്സ് ആക്സിസിൽ നിന്ന് 3 units ബിലോ, അതായത് -3 ആണ് എന്ത്? വൈ കോർഡിനേറ്റ്. അപ്പോൾ ഏതാണ് ആൻസർ? 4, -3. Next question, which point lies in the third quadrant and equidistant from both axes? അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം എന്താ? പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താ? എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് പോസിറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും? എല്ലാം നെഗറ്റീവ് തന്നെ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. അറിയാലോ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് തേർഡ് ക്വാഡ്രൻറ്റിൽ എന്താണ്? രണ്ടും നെഗറ്റീവായിരിക്കും. ഇനി അതുമാത്രമല്ല, രണ്ടും എന്തായിരിക്കണം? രണ്ട് ആക്സിസിൽ നിന്നും ഡിസ്റ്റൻറ്റ്, അതായത് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. ഫ്രം ദ എക്സ് ആക്സിസും ഫ്രം ദ വൈ ആക്സിസും. വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ എന്തെന്ന് വിളിക്കുക? എക്സ് കോർഡിനേറ്റ്. എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാൽ -5, -5. അപ്പോൾ -5 എന്ന് പറഞ്ഞാൽ ഫ്രം ദ വൈ ആക്സിസ് -5 units, അതായത് 5 units ആണ്. അതുപോലെ തന്നെ ഫ്രം ദ എക്സ് ആക്സിസ് 5 units ബിലോ, അല്ലേ? അപ്പോൾ ഇനി അടുത്തത് -5, ബാക്കിയുള്ളതൊന്നും എന്താണ്? രണ്ടെണ്ണവും നെഗറ്റീവായിട്ട് വരണില്ല. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണം എന്തായാലും. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എങ്ങനെയായിരിക്കും? എക്സും വൈയും പോസിറ്റീവ്. ഫസ്റ്റും തേർഡും ആണ് എന്ത്? രണ്ടും ഒരേ സൈൻ വരുന്നത്. ഫസ്റ്റിൽ രണ്ടും പോസിറ്റീവായിരിക്കും, തേർഡിൽ രണ്ടും നെഗറ്റീവായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ആൻസർ, -5. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3, 4 ആൻഡ് ഒറിജിൻ ഈസ്. ഒരു ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താ? ഒറിജിനിൽ നിന്ന് XY എന്ന ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √(x² + y²), അല്ല, ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് തന്നെ. ഒറിജിൻ ആകുമ്പോൾ ഇവിടെ എന്താ? 0, 0, അതായത് x - 0 ദാറ്റ് ഈസ് x², y - 0 ദാറ്റ് ഈസ് y². അപ്പോൾ ഇവിടെ XYക്ക് പകരം എന്ത് കൊടുക്കുക? 3, 4 കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു √(3² + 4² ഈക്വൽ ടു 3² 9, 4² 16 ഈക്വൽ ടു 25, ദാറ്റ് ഈസ് √25 ഈക്വൽ ടു 5. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പോയിൻറ്റ് 3, 4 എന്താണ്? 5. ഓപ്ഷൻ ബി ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. മിഡ് പോയിൻ്റ് ഓഫ് 2, -6, 8, 4 ഈസ്. എന്തായിരിക്കും മിഡ് പോയിൻ്റ് ഓഫ് x1, y1 ആൻഡ് x2, y2 എന്തായിരിക്കും? x1 + x2/2. പിന്നെ വൈ കോർഡിനേറ്റ് എന്താ? y1 + y2/2. ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇവിടെ x1 + x2/2 പകരം x1 ഇവിടെ എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ 2 + x2 എന്താ? 8. അപ്പോൾ 2 + 8/2. പിന്നെ y1 എന്താ? -6 + 4/2. എന്തായിരിക്കും ആൻസർ? 8 + 2/2 ദാറ്റ് ഈസ് 10/2 ഈക്വൽ ടു എന്ത്? 5. അടുത്തത് -6 + 4 എന്താ? 6ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് 6ൻ്റെ സൈൻ കൊടുക്കണം. -2, -2/2 എന്താ? -1. അപ്പോൾ 5, -1 is the
എന്താ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിൻറ്റ്. അപ്പോൾ ഇത് ഏത് ഓപ്ഷനായിട്ടാണ് വരുന്നത്? 5 -1. ഓപ്ഷൻ എ ആണ് 5 -1. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1, 2 ആൻഡ് 110 ഈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ്സ് എന്താണ്? സെയിം ആണ്. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടാൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. എക്സ് കോർഡിനേറ്റ് സെയിം ആവണത് ഏത് ലൈനിലാണ്? വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈനിൽ എപ്പോഴും എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ വൈ കോർഡിനേറ്റ് എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ y2 മൈനസ് y1. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 110ഉം 1,2ഉം 110. അപ്പോൾ 10 - 2 = എന്താ? 8. ആൻസർ എന്താ? 10 - 2 = 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് മിഡ് പോയിൻറ്റ് ഈസ് 3, 4 ആൻഡ് വൺ എൻഡ് പോയിൻറ്റ് ഈസ് 5, 6, ദ അതർ എൻഡ് പോയിൻറ്റ് ഈസ്. ഇവിടെ മിഡ് പോയിൻറ്റ് തന്നിട്ടുണ്ട്. അതായത് x1 + x2/2 y1 + y2/2 തന്നിരിക്കുന്നതാണ് എന്ത്? 3, 4. അതിൽ ഒരു എൻഡ് പോയിൻറ്റ് x1, y1 അല്ലെങ്കിൽ x2, y2 ആയിട്ട് എടുക്കാം. 5, 6 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 5 x1 പകരം 5 കൊടുക്കാം. x2 നമുക്ക് അറിഞ്ഞുകൂടാം. തന്നിരിക്കുന്ന പോയിൻ്റ് എൻഡ് പോയിൻ്റ് ഒരെണ്ണം x1, y1. അത് എന്താണ്? ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. എന്താ? 5, 6. അപ്പോൾ x1 ഇത് 5 + x2/2 എന്താണ്? എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എന്താ? 3 = 3. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x2 കണ്ടുപിടിച്ചൂടെ? ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 5 + x2 = എന്ത് കിട്ടും? 3 × 2 6. അതായത് x2 = 6 - 5 = 1. അപ്പോൾ അടുത്ത എൻഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി 1. ഇനി നമുക്ക് അടുത്ത എൻഡ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് കിട്ടണം. അപ്പോൾ y1 നമുക്ക് തന്നിട്ടുണ്ട് 6. അപ്പോൾ 6 + y2/2 ആണ് എന്ത്? മിഡ് പോയിൻറ്റിലെ വൈ കോർഡിനേറ്റ്. അതാണ് 4 = 4. അപ്പോൾ ഇതിൽ നിന്ന് y2 = എന്ത് ചെയ്യാം? 4 × 2 എന്താ? 8. 6 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 8 - 6 = 2. അപ്പോൾ അടുത്ത എൻഡ് പോയിൻ്റ് എന്താ? 1, 2. അപ്പോൾ രണ്ട് എൻഡ് പോയിൻറ്റ്സ് 1, 2ഉം 5, 6ഉം. അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് 3, 4. ഇവിടെ 1, 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഇഫ് മിഡ് പോയിൻറ്റ് ഈസ് 3, 4 ആൻഡ് വൺ എൻഡ് പോയിൻറ്റ് ഈസ് ദ അതർ എൻഡ് പോയിൻറ്റ് ഈസ് 1, 2. ഫസ്റ്റ് തന്നെ ഓപ്ഷൻ 1, 2. നെക്സ്റ്റ്. വിച്ച് പോയിൻറ്റ്സ് ആർ കൊലീനിയർ? ഏത് പോയിൻ്റാണ് കൊലീനിയർ ആയിട്ടുള്ളത്? 2, 3, 4, 7, 6, 11, 1, 1, 2, 3, 3, 5, 2, 2, 3, 3, 5, 6, 0, 1, 1, 3, 2, 6. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താ? 2, 3, 4, 7, 6, 11 ആണ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോൾ എ എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇത് സി എന്ന് പറഞ്ഞ പോയിൻ്റ് ആണെങ്കിൽ AB കണ്ടുപിടിക്കുക, BC കണ്ടുപിടിക്കുക ആൻഡ് AC കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കൊലീനിയർ ആയിരിക്കും. ഇനി അതല്ലാതെയും നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ എളുപ്പമുള്ള വഴിയുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇക്കൊല്ലത്തെ ടെക്സ്റ്റിൽ ആ ഒരു ഇത് പറയണില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിസ്റ്റൻസ് നോക്കാം. x1, y1, ഇത് x2, y2. വേണമെങ്കിൽ ഞാൻ ആ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അത് ഇങ്ങനത്തെ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ അതിൽ സ്റ്റെപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി? y2 - y1 x2 - x1 നോക്കാം. ആദ്യം രണ്ട് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സിൽ y2 - y1 x2 - x1 എത്രയാണ് കിട്ടണമെന്ന് നോക്കാം. അത് തന്നെയാണ് ഇനി അടുത്ത 2 പോയിൻ്റ് എടുക്കുമ്പോഴും പിന്നെ അടുത്ത 2 പോയിൻ്റ്, അങ്ങനെ ഏത് പെയർ എടുക്കുമ്പോഴും ഈ സെയിം ആൻസർ ആണെങ്കിൽ അത് കൊലീനിയർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y2 - y1 എന്താ? ഇത് AB എടുത്തു കഴിഞ്ഞാൽ 7 - 3 4, 4 - 2 എന്താ? 2. അതായത് 2 ആണ് കിട്ടണത്. അടുത്തത് ബിയും സിയും തമ്മിൽ നോക്കിയേ.
y2 minus y1, 11 minus 7 എന്താ 4, 6 minus 4 എന്താ 2. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് കിട്ടണേ, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ത് തന്നെയാണ് കിട്ടണത്, 4/2 ദാറ്റ് ഈസ് 2. ഇനി ഈ രണ്ട് പോയിൻറ്റും എടുത്ത് നോക്കിയേ, അതായത് എയും സിയും. അപ്പോൾ ഇവിടെ നമുക്ക് x1 y1 എടുക്കാം, ഇത് x2 y2. അപ്പോൾ ഇവിടെ y2 മൈനസ് y1, 11 മൈനസ് 3 എന്ത് കിട്ടും, 8 അല്ലേ. ഇനി 6 മൈനസ് 2, 6 മൈനസ് 2 ഈസ് 4 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 2. അതായത് ഇങ്ങനെ, അതായത് 3 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 4 പോയിൻറ്റ്സ്, എത്ര പോയിൻറ്റ്സ് തന്നാലും അതിലെ പോയിൻറ്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പോയിൻറ്റ്സിൻ്റെ ഈ ഒരു റേഷ്യോ, കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഈ ഒരു റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാത്തിനും സെയിം ആണെങ്കിൽ ഈ ഒരു റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ആ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ മെഷറാണ് ഈ കണ്ടുപിടിച്ചേക്കണത്. ഇതാണ് സ്ലോപ്പ്. ഒരു ലൈനിൻ്റെ ചെരിവ് എന്ന് പറയില്ലേ, ആ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഞാനിതിപ്പോൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഈ റൂട്ട് ഓഫ് x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസൊക്കെ കണ്ടുപിടിച്ച് ഇരിക്കണേക്കാളും എളുപ്പമാണ് എന്ത്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതിയല്ലോ. 7 മൈനസ് 3 4, 4 മൈനസ് 2 2, അപ്പോൾ 4/2 2. അപ്പോൾ ഇതേപോലെ 11 മൈനസ് 7 4, 6 മൈനസ് 4 2, അപ്പോൾ 4/2 2. അപ്പോൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് കൊളീനിയർ. നെക്സ്റ്റ് 1 മാർക്കിൻ്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓൺ y ആക്സിസ് ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം 3 to 3 - 2. ക്വസ്റ്റ്യൻ എന്താണ്, 3 2 എന്നൊരു പോയിൻറ്റിൽ നിന്നും 3 - 2 എന്ന പോയിൻറ്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പോയിൻ്റ് ഏതാണ്? ആ പോയിൻ്റ് y ആക്സിസിലായിരിക്കണം. y ആക്സിസിലുള്ള ഒരു പോയിൻ്റ് വിച്ച് ഈസ് എന്താ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം 3 to and 3 - 2. y ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ലെറ്റ് 0y be the point on y axis which is equidistant from 3 to and 3 - 2. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് 3 2ഉം 0y തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, റൂട്ട് ഓഫ് 3 മൈനസ് 0 സ്ക്വയർ ദാറ്റ് ഈസ് 3 സ്ക്വയർ 2 പ്ലസ് 2 മൈനസ് y സ്ക്വയർ. ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കും, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം തന്നെയായിരിക്കും. ഈക്വൽ ടു 3 മൈനസ് 0 3 സ്ക്വയർ പ്ലസ് മൈനസ് 2 മൈനസ് y ഓൾ സ്ക്വയർ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം, ഇക്വേഷൻ ഇത് രണ്ടിലും എന്തുണ്ട്, റൂട്ട് ഉണ്ട്. അപ്പോൾ റൂട്ട് എടുത്ത് മാറ്റാൻ ഇക്വേഷൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ റൂട്ട് പോയി കിട്ടും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും, 3 സ്ക്വയർ ദാറ്റ് ഈസ് 9 പ്ലസ് 2 മൈനസ് y ഹോൾ സ്ക്വയർ എന്താ, a മൈനസ് b ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയറിന് പകരം 2 സ്ക്വയർ 4 മൈനസ് 2ab 2 ഇൻറ്റു 2 ഇൻറ്റു y 4y b സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ 9 പ്ലസ് മൈനസ് 2 സ്ക്വയർ എന്താ 4. ഇനി 2ab എന്താ, -2 ഇൻറ്റു -y ഈക്വൽ ടു പോസിറ്റീവ്. അപ്പോൾ പ്ലസ് 4y അല്ലേ, ഇവിടെ നെഗറ്റീവ് എയും നെഗറ്റീവ് ബിയും ആണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, നെഗറ്റീവ് എ നെഗറ്റീവ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇനി ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, ഇവിടെ 9 + 4, ഇവിടെ 9 + 4, ഇവിടെ y ഉണ്ട്, ഇവിടെ എന്തുണ്ട് ഇവിടെ y സ്ക്വയർ ഉണ്ട്, ഇവിടെയും പ്ലസ് y സ്ക്വയർ ഉണ്ട്, ഇവിടെ -4y ഉണ്ട്, ഇവിടെ പോസിറ്റീവ് 4y ഉണ്ട്. അതായത് -4y ഈക്വൽ ടു പോസിറ്റീവ് 4y. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഫോർ y? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു വാല്യൂ ഉള്ളൂ, അതായതാണ് 0. വൈക്ക് 0 കൊടുത്താലാണ് ഇവിടെ -4 × 0 0യും കിട്ടും, എന്താ 4 × 0 0. അതായത് y ഈക്വൽ ടു എന്താ 0. അതായത് ഏത് പോയിൻ്റാണ് ഈ രണ്ട് പോയിൻറ്റ്സുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്, 0y. y എന്ന് പറഞ്ഞാൽ എന്താണ്, 0. അതായത് പോയിൻ്റ് ഏതാണ്, 0 0. ദാറ്റ് ഈസ് എന്താണ്, ഒറിജിൻ. ഒറിജിൻ ഈസ് ദ പോയിൻ്റ് വിച്ച് ഈസ് equidistant from the points 3 2 and
3 -2. അപ്പോൾ പോയിൻറ്റുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിൻ്റ് ഏതാണ്? 0 0 ഒറിജിൻ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, എത്ര പോയിൻറ്റ്സ് ഉണ്ടാവും വൈ ആക്സിസിൽ എത്ര പോയിൻ്റ് ഈ രണ്ട് പോയിൻറ്റ്സ് ആയിട്ടും ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ എത്ര പോയിൻ്റാണ്? 1 പോയിൻ്റ്. റീസൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. Assertion: the distance between the origin 0 0 and the point PAB is OP equal to root of a square plus b square. The distance between 2 points x1 y1 and x2 y2 is given by d equal to root of x2 minus x1 square plus y2 minus y1 square. അപ്പോൾ ഇതിന് രണ്ടിൽ എന്ത് കിട്ടി? അസേർഷൻ എന്താണ്? കറക്റ്റാണ് അല്ലേ? ഒറിജിനിൽ നിന്ന് പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒ പി ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് അല്ലേ? ഇവിടെ x1 y1 പകരം നമ്മൾ 0 0യും x2 y2 പകരം എ ബിയും എടുത്തു. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വയ്ക്കുമ്പോൾ എന്ത് കിട്ടും? x2 മൈനസ് x1 ദാറ്റ് ഈസ് എ മൈനസ് 0 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ബി മൈനസ് 0 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ഫ്രം ദ ഒറിജിൻ ടു എനി പോയിൻ്റ് ഡിസ്റ്റൻസ് ഇതാണെന്ന് കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് അസേർഷൻ റീസൺ നോക്കാം. അസേർഷൻ: ഇഫ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് എ ബി is the same as the midpoint of line segment BC, then the points A, B and C are collinear. The midpoint of a reason ആണ്, the midpoint of a line segment always lies on the line joining the two endpoints of the segment. ഇത് കുറച്ചൊരു കൺഫ്യൂഷനുള്ള പ്രോബ്ലം ആണ്. അതായത് മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ് എ ബി, അതായത് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റ്, അപ്പോൾ എ ആയിരിക്കും ബിയോ ആയിരിക്കും എൻ പോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എം ആണെങ്കിൽ ബി സി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെയും സെയിം മിഡ് പോയിൻ്റ് ആയിരിക്കുന്നു. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇനി ബി ടു സി എന്നുദ്ദേശിച്ചത് ഈ എ തന്നെയാണ് സി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാരണം മിഡ് പോയിൻ്റ് എ ടു ബി എടുത്താലും ബി ടു എ എടുത്താലും സെയിം മിഡ് പോയിൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ ഈക്വൽ ടു സി ആയിരിക്കണം. എയും സിയും സെയിം പോയിൻ്റ് തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എ ബി സി എല്ലാം എന്താണ്? കൊളീനിയർ ആണ്, ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണ്. ഇനി അതല്ല, ഇതിന് പല ഇൻ്റർപ്രിട്ടേഷൻസും പറയാം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ആദ്യം മനസ്സിലായതാണ് എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എം. ഇനി ബി സി എന്ന ലൈൻ സെഗ്മെൻറ്റ് വേറൊരു ലൈൻ സെഗ്മെൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എം ആയിട്ട് എങ്ങനെ കിട്ടും? ഇതേ ലൈൻ്റെ മിഡ് പോയിൻ്റാണ് ഇവിടെ വരുന്നത്. ഇനി അതല്ല, ഇത് മിഡ് പോയിൻ്റായിട്ട് വരണമെങ്കിൽ വേറൊരു ലൈൻ സെഗ്മെൻറ്റ് ഇങ്ങനൊരു ലൈൻ സെഗ്മെൻറ്റ് വരാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് ഒരു പക്ഷേ എം കിട്ടും. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു എൻ പോയിൻ്റ് ബി ആണ്, അടുത്തത് സിയും. അപ്പോൾ ഈ ബിന്ന് പിന്നെ സിയിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ലൈൻ സെഗ്മെൻറ്റ് എടുത്താൽ തന്നെയാണ് ഈ എം എന്ന മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇതെന്ന് വെച്ചാൽ എ ബിയും തെറ്റിപ്പോയതാണോ എന്നറിയില്ല, എ ബിയും ബി സിയും ഇഫ് എ ഈക്വൽ ടു സി, എ ആൻഡ് സി ആർ ദ സെയിം പോയിൻ്റ് ആണെങ്കിൽ എം എന്തുതന്നെയാണ്? എ ബിയുടെ മിഡ് പോയിൻ്റ് തന്നെയായിരിക്കും തിരിച്ചും ബി സിയുടെയും മിഡ് പോയിൻ്റ്. ഇനി റീസൺ എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ് ഓൾവേസ് ലൈസ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ടു എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ സെഗ്മെൻറ്റ്. കറക്റ്റ് ആണ്. അതായത് ഒരു മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ ലൈനിലുള്ള പോയിൻ്റ് ആയിരിക്കും. ആ ലൈനിൻ്റെ പുറത്തൊന്നും ആയിരിക്കില്ല, ആ ലൈനിലെ പോയിൻ്റ് ആയിരിക്കും. ഏത് ലൈനിലെ? അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ ലൈനിൽ തന്നെയായിരിക്കും. അപ്പോൾ എയും ബിയും സിയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോയതാവാം, എയും ബിയും എമ്മും സെയിം ആണെന്ന്, കൊളീനിയർ ആണെന്നാണോ, അല്ലെങ്കിൽ എ സി അല്ല ബി സിക്ക് പകരം ബി എ എന്നാണോ
അറിയില്ല. എന്തായാലും ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാം. അടുത്ത ക്ലാസ്സിൽ സെക്ഷൻ ബി ചെയ്യാം, സെക്ഷൻ സിയും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കുക. എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ എക്സസൈസും എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ് അടക്കം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. 3 ചാപ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 4th തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ടീച്ചറെ പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.